ഇന്ന് കർക്കിടക ആയതുകൊണ്ട് തന്നെ സ്കൂളൊന്നുമില്ല. ഇന്ന് കരുതിയിട്ട് നമുക്ക് കിടന്നുറങ്ങാനൊന്നും പറ്റില്ല. ട്യൂഷൻ ഉണ്ടായിരുന്നു. സമയത്തിന് മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. 8:30 ട്യൂഷന്. അപ്പോൾ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നേരെ ട്യൂഷൻ ക്ലാസ്സിലേക്ക് പോവാണ് കേട്ടോ. മോൾക്ക് SPC ക്യാമ്പ് ഉണ്ടായതുകൊണ്ട് മോളും പോയിട്ടുണ്ടായിരുന്നു, ഹസ്ബൻഡും പോയിട്ടുണ്ടായിരുന്നു, മോനും മദ്രസക്കും പോയി. അങ്ങനെ വീടും പൂട്ടി ഞാനും ഇൻസൈറ്റിലേക്ക് വന്നു. ഇവിടെയാണ് കേട്ടോ ഞാൻ ട്യൂഷൻ എടുക്കുന്നത്. പലപ്പോഴും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഇൻസൈറ്റിലാണ്, ബോയ്സിൻ്റെ അടുത്താണെന്നൊക്കെ. അങ്ങനെ നേരെ ക്ലാസ്സിന് പോയി. ക്ലാസ് കഴിഞ്ഞ് വന്നതാ വീട്ടിലേക്ക് കയറുന്നതിൻ്റെ മുന്നേ രാവിലെ പോകുമ്പോൾ മഴ ഉണ്ടായിരുന്നു. അപ്പോൾ വരുന്ന സമയത്ത് മഴ ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് പുറത്തത്തെ വീഡിയോ ഒക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മളെ മഞ്ഞളും കസ്തൂരി മഞ്ഞളാണ് കേട്ടോ, വെള്ള കസ്തൂരി മഞ്ഞൾ. അതും പിന്നെ നമ്മൾ ഇങ്ങനെ ഇത് ഹൗസ് വാമിങ് കഴിഞ്ഞതിന് ശേഷം നട്ടുണ്ടാക്കിയതായിരുന്നു കേട്ടോ. നമ്മൾ സ്റ്റാർ ഫ്രൂട്ട്, പപ്പായ, അങ്ങനെയുള്ളതൊക്കെ ഇവിടെ ഉള്ളതൊക്കെ ഞാൻ നമ്മുടെ ഹൗസ് വാമിങ് കഴിഞ്ഞതിന് ശേഷം ചെയ്തുണ്ടാക്കിയതാണ് കേട്ടോ. ഇത് നമ്മൾ വർഗീസ് സാറ് തന്ന എന്താ പറയുക, കസ്തൂരി മഞ്ഞൾ. പിന്നെ ഞാൻ ഇഞ്ചി നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം രാവിലെ നമ്മളെ കടുക് പാത്രം മറിഞ്ഞു പോയപ്പം ആ കടുക് പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. അത് നേരെ കൊണ്ടത് ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ഇട്ടു. അതെല്ലാം മുളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ തന്നെയാണ് കേട്ടോ ഇത് നമ്മുടെ അവക്കാഡോ. ഇതും നമ്മൾ കഴിക്കാൻ കൊണ്ടുവന്ന സാധനം കുഴിച്ചിട്ടിട്ട് മുളപ്പിച്ച തൈയാണ്. എനിക്ക് തോന്നുന്നില്ല ഇത് കായ്ക്കുമെന്ന്. എല്ലാവരും പറയുന്നത് നമ്മൾ ഹൈബ്രിഡ് വെക്കണം, അങ്ങനെ ചെയ്താലേ കായ്ക്കുള്ളൂ എന്ന്. പിന്നെ ജസ്റ്റ് വീടിൻ്റെ ഒക്കെ വീഡിയോ എടുത്തു. ഇന്ന് ഞായറാഴ്ച പോലെ തന്നെയാണല്ലോ, സ്കൂളില്ലല്ലോ, നമ്മൾ ഫ്രീ അല്ലേ. അപ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വീട് വൃത്തിയാക്കാനും ക്ലീൻ ചെയ്യാനും നാളത്തേക്കുള്ള ഫുഡ് റെഡിയാക്കാനും അതിൻ്റെ അകത്ത് ഉള്ളി, തക്കാളി ഇതൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ വരുന്ന വഴിക്ക് ഞാൻ ഇതൊക്കെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. മഴ ഇല്ലാത്ത സമയത്താണ് നമുക്ക് ഇതൊക്കെ ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മുടെ ചെടികളും കാര്യങ്ങളൊക്കെ ഏകദേശം കേട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. മഴ ആയതുകൊണ്ട് തന്നെ ഞാൻ വല്ലാണ്ട് ശ്രദ്ധിക്കുന്നില്ല. പിന്നെ ട്യൂഷനും സ്കൂളും കാര്യങ്ങളൊക്കെ ആയ കാരണം എനിക്ക് ഒന്നിനും സമയം കിട്ടുന്നില്ല. വെക്കേഷൻ സമയത്ത് ഒരുപാട് സമയമുണ്ട്. അപ്പം ചെയ്തു വെച്ച കാര്യങ്ങളാണ് കേട്ടോ. പച്ചക്കറീൻ്റെ കാര്യങ്ങളൊന്നും ഇപ്പം നടക്കുന്നില്ല. കുറേ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു, ഒന്നും ഇപ്പം സെറ്റാവുന്നില്ല, സമയമില്ലാത്തത് കൊണ്ട് തന്നെ. പിന്നെ നിറയെ മണി പ്ലാന്റ്സാണ് ഇപ്പം, അതാണ് എളുപ്പപ്പണി. പിന്നെ രാത്രി ആയി കഴിഞ്ഞാൽ നായകളുടെ ശല്യം ഭയങ്കരമാണ്. അപ്പം നായ കയറാണ്ടിരിക്കാൻ വേണ്ടി വെച്ചതാണ്. പോണ സമയത്ത് അടച്ചിട്ട് പോയി വീടാണ്. ഇപ്പം ഞാനാണ് ഫസ്റ്റ് എത്തുന്നത്. അപ്പം നേരെ വാതിലൊക്കെ തുറന്ന് ഇനി അകത്തേക്ക് പോവാണ്. എനിക്ക് ശരിക്കും നന്നായിട്ട് വിശക്കുന്നുണ്ട്. രാവിലെ പോയ സമയത്ത് ജസ്റ്റ് ഒരു ചായ മാത്രം കുടിച്ച് പോയതായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി മക്കളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് കഴിക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. അങ്ങനെ നേരെ ഫോണിൻ്റെ അകത്ത് ചാർജ് ഉണ്ടായിരുന്നില്ല. ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോൺ കുത്തിച്ച് കുറച്ച് നേരം അവിടെ നിന്നിട്ട് പിന്നീടാട്ടോ ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ ഞാൻ ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് പോയി വെക്കുകയാണ്. എന്തെങ്കിലും പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന, വിശന്നിട്ട് വയ്യ, എന്തെങ്കിലും ഉണ്ടോ നോക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മളെ ബ്രെഡിനെ കണ്ടു കേട്ടോ. അപ്പോൾ ബ്രെഡും ചായ ഉണ്ടാക്കാം. പിന്നെ നമ്മുടെ വീക്ക്നെസ് ആണല്ലോ പാൽ ചായ. ഇടയ്ക്കിടയ്ക്ക് ചായ ഇങ്ങനെ കട്ടൻ ചായ ഒന്നും കുടിക്കില്ല, വല്ലപ്പോഴും പാൽ ചായ ഉണ്ടാക്കും. ചായ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞാൻ പാൽ ചായ കുടിക്കുള്ളൂ. അപ്പം ഇന്ന് ബ്രെഡും ചായയും കൂടെ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ബ്രെഡൊക്കെ എടുത്ത് ഫ്രിഡ്ജിൻ്റെ അകത്ത് നിന്നൊക്കെ എടുത്ത് പുറത്തു, പാലെടുത്തു, അടുപ്പത്തിട്ടു, നമ്മൾ ചായ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇന്നും ഒരുപാട് ചോറ് റെഡിയാക്കുന്നുണ്ട്. ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് വെക്കാണ്ട്. അപ്പം വീഡിയോ എടുക്കാനൊന്നും സമയം ഉണ്ടാവില്ല. മസാല ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഏലക്കായും പട്ടയും മാത്രം ഇട്ടിട്ടാണ്, എനിക്കിഷ്ടമാണ് അതിൻ്റെ ടേസ്റ്റ്. ഏലക്കായുടെ പട്ടയുടെ ഒക്കെ ഗ്രാമ്പൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ചായ ഉണ്ടാക്കുന്നത്. അപ്പം നല്ല ടേസ്റ്റായിരിക്കും ഈ ഒരു തണുപ്പത്ത്. അപ്പോൾ മക്കൾക്ക് ഇന്ന് ഒഴിവാണല്ലോ. നാരോട്ടോ, കിറോട്ടോ, മറോട്ടോ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ വരച്ച് വെച്ച ഫോട്ടോസൊക്കെ ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു അവധി ഇവിടെ അവസാനിക്കുകയാണ്. ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഇനി ഫുഡൊക്കെ കഴിച്ച് ഇന്ന് നമുക്ക് സുഖമായിട്ടൊന്ന് ഉറങ്ങാൻ പറ്റും. ഉച്ചയ്ക്ക് സുഖമായിട്ടൊന്ന് ഉറങ്ങണം. എന്നിട്ട് എണീറ്റിട്ട് നാളേക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം.